നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതുവർഷ ഫലമാണ്. ഇതാ വീണ്ടും ആഗമനമായി 1202 വർഷം. ഈ വരുന്ന ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 7:32 ചിങ്ങരവി സംക്രമം. അപ്പോൾ 2027 ഓഗസ്റ്റ് 17 വരെ നമുക്ക് കൊല്ലവർഷം. അപ്പം ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണഫലം? അപ്പം മേടരാശി പറഞ്ഞായിരുന്നു, ഇടവം പറഞ്ഞായിരുന്നു, മിഥുനവും പറഞ്ഞായിരുന്നു. ഇനി കർക്കിടക കൂറുകാർക്ക് എങ്ങനെ? കർക്കിടക രാശി പുണർന്നകാല്, പൂയം, ആയില്യം. ഇവർക്കിപ്പം നിലവിൽ ജന്മഗുരുവാണ്. ജന്മരാമർ വനത്തിലെ. അപ്പം നമുക്ക് ജൂൺ 2 വ്യാഴൻ കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കാലയളവ് നോക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞു. അപ്പൊ എന്താണ് ജന്മരാമർ വനത്തിലെ? ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ദൂരെ നിന്ന് പഠിക്കുക, അവർ ഒറ്റപ്പെടുക, അത് കുടുംബം വിട്ട് മാറി നിൽക്കുക. ജോലി ഇതിലാണെങ്കിലും കുറച്ച് മാറി നിൽക്കുക. ജലരാശിയാകിയാൽ ഒരു ജോലി സമ്പാദിച്ച് പുറത്തു പോയിട്ട് ഒറ്റപ്പെടൽ അനുഭവപ്പെടുക. ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. 8 സർപ്പന്റെ സഞ്ചാരം, 2 കേതുവിന്റെ സഞ്ചാരം. പെട്ടെന്ന് കോപിതനാവുക, ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക. മൊത്തത്തിൽ ഒരു കുഴപ്പം പിടിച്ച സമയമാണ് ഈ കാലയളവ്. അപ്പൊ നമുക്ക് ഈ പുതുവർഷം എല്ലാം മാറുകയാണ്. എങ്ങനെയാണ്? ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സഞ്ചാരം ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്നു. നമുക്ക് ഈ വരുന്ന ഒക്ടോബർ 24 മുതൽ 2027 ജാനുവരി 31 വരെ ഗുരുവിന്റെ സഞ്ചാരം ചിങ്ങരാശിയിലാണ്. അപ്പൊ കർക്കിടകത്തിൽ 2ാം ഭാവമായി. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എന്നാലും കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പഠന വിഷയത്തിലാണെങ്കിൽ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ വിവാഹയോഗം, അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ, അതായത് പുണർന്നകാല്, പൂയായിലും ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒരു വിവാഹ ആലോചന വരികയോ വിവാഹം നടക്കുകയോ, ഗവൺമെന്റ് ജോലി സാധ്യത, ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിലും, അത് പ്രത്യേകിച്ച് ടീച്ചിങ് മേഖല, ഇവർക്കൊക്കെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള അവസരം, ഇതൊക്കെ ഒരു മിറാക്കിളാണ്. പിന്നെ ഒരു സംഭവം കൂടെ പറയാം. കുജ-ഗുരു സംഗമം. കുജ-ഗുരു സംഗമം എന്ന് പറയുന്നത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. അതിപ്പോൾ ഈ 2 രാശിയിലായിട്ട് ഗുരു അതിസാരം സഞ്ചാരമാണ് ചിങ്ങത്തിൽ. ആ സമയം തന്നെ കുജനും ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, സെപ്റ്റംബർ 18 മുതൽ, അതായത് 2026 സെപ്റ്റംബർ 18 മുതൽ 2027 ജൂലൈ 4 വരെ കുജ-ഗുരു സംഗമം 10 മാസം സംഭവിക്കുകയാണ്. എന്താണ് ഗുണം? സാമ്പത്തിക നേട്ടം, ഐശ്വര്യപൂർണമായ ജീവിതം, വിവാഹയോഗം, വാഹനയോഗം, കുടുംബ അഭിവൃദ്ധി, പഠനത്തിൽ ഉന്നത വിജയം, ഗവൺമെന്റ് ജോലി സാധ്യത, ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും പ്രൊമോഷൻ ഇത്യാദി കിട്ടാനുള്ള യോഗം, കുടുംബക്ഷേത്ര വഴിപാട്, കുടുംബക്ഷേത്ര പുനരുദ്ധാരണം, മനസ്സിന് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതിനെന്താണ് കാരണം? 2 മിത്രഗ്രഹങ്ങളാണ്. കുജന്റെ കൂടെ ഗുരു സഞ്ചരിക്കുമ്പോൾ ഗുരുമംഗളയോഗം. കർക്കിടകത്തിൽ നീചനാണ് കുജൻ, ഗുരു ഉച്ചന്. അപ്പൊ എന്ത് സംഭവിക്കും? നീചഭംഗരാജയോഗം. കഷ്ടതയിൽ കിടന്ന് നമ്മൾ വളരെ പ്രയാസപ്പെടുമ്പോഴായിരിക്കും ഈ സംഭവം വരുന്നത്. അപ്പം പെട്ടെന്ന് ബ്രൈറ്റ് ആവും. ബിസിനസ് മേഖലയിലാണെങ്കിലും നമുക്ക് മേഖല പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽസ് മേഖല പറയാം, ഫ്ലവർ മർച്ചന്റ് പറയാം, റെസ്റ്റോറൻറ്റ് നടത്തുന്ന, അതായത് അഗ്നി കൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ സ്വീറ്റ് ബിസിനസ്, ഗോൾഡ് മർച്ചന്റ്, ഇതെല്ലാം ഇതിൽ വരും. വൈദിക തൊഴിലെന്ന് പറയും, പൂജാതി കാര്യങ്ങൾ. അവർക്ക് ചിലപ്പം ടെസ്റ്റ് എഴുതി ദേവസ്വം ബോർഡ് ജോലി കിട്ടാനുള്ള അവസരം എന്തുകൊണ്ട് മെച്ചമാണ് കാണുന്നത്. കർക്കിടകക്കാർക്ക് ഈ ജന്മഗുരു മാറി വീണ്ടും ജന്മഗുരു വരും. ജനുവരി 31 ശേഷം വീണ്ടും കർക്കിടകത്തിലൂടെ സഞ്ചാരം. അപ്പൊ അതിസാരം കഴിഞ്ഞ് വീണ്ടും വക്രഗതി ആകുമ്പോൾ കുജനും കൂടെ വീണ്ടും സഞ്ചരിക്കുകയാണ്. അപ്പം കുജ-ഗുരു സംഗമം വളരെ പ്രത്യേകതയാണ്. ഈ കാലയളവ് നമുക്ക് വളരെ ഗുണഫലമായിരിക്കും. പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, നമുക്കൊരു പരിഹാരം ചെയ്യണം. പരിഹാരം എന്ന് ഉദ്ദേശിക്കുന്നത്,
ഇപ്പം ഗുരുകുജ സംഗമത്തിന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ജന്മഗുരുവിന് നമ്മൾ ചെയ്യേണ്ടത് നെയ്ദീപ വഴിപാട്, നാരങ്ങമാല സമർപ്പിക്കുക സുബ്രഹ്മണ്യന്. ഷഷ്ടി നോൽക്കുന്നത് വളരെ പ്രത്യേകതയാണ്. ഷഷ്ടി വ്രതം, പുത്രഭാഗ്യം കുറേ കാലം കൊണ്ടില്ലാത്തവർക്കൊക്കെ ഈ കാലയളവ് പുത്രഭാഗ്യം കിട്ടാനുള്ള യോഗമുണ്ട്. അപ്പോൾ മാസഷഷ്ടി ഇരിക്കുന്നതും മാസഷഷ്ടിക്ക് നാരങ്ങമാല സമർപ്പിച്ച് നെയ്ദീപ വഴിപാട് ചെയ്യുന്നതൊക്കെ നമുക്ക് കൂടുതൽ, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ നടക്കാനുള്ള അവസരം. അപ്പോൾ എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ ഉന്നതിയാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ മറ്റൊരു കാര്യം, അഡ്വക്കേറ്റ് തൊഴിൽ ചെയ്യുന്നവർ, അവർക്കും ഒരു പ്രൊമോഷൻ ഇത്യാദി കിട്ടാനുള്ള യോഗം, കേസൊക്കെ വന്ന് കിട്ടാനും അതിൽ നമുക്കൊരു പേര്, അതായത് അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും കർക്കിടകക്കുറുകാർക്ക് ഈ കൊല്ലവർഷം സാമ്പത്തിക നേട്ടം, ഉന്നത വിജയം, ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ നടക്കാനുള്ള അവസരം കാണുന്നു. ശുഭമസ്തു.